ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യലി മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 കുഞ്ചി വരുന്ന ഒരു മുട്ടയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് 2 മുട്ട വേണമെങ്കിൽ ഇതുപോലെ എടുക്കാം. ഇനി നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് നമ്മൾ മുട്ട സാധാരണ പൊരിക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദ മാവ് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുള്ള പേസ്റ്റ്, അത് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരു തവി ഓട്സ് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു 1/2 കപ്പ് അതിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ പാതി മാറ്റിയെടുത്തിട്ട് മിക്സ് ആക്കിയതിന് മുമ്പ് തന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. അതായത് മിക്സ് ആക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പാതി, 1/2 കപ്പിൻ്റെ പാതി നമ്മൾ മറ്റൊരു ബൗളിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. 2 ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ബാറ്ററിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. 1/2 കപ്പ് മൈദ മാവാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് പാതിയാണ് നമ്മൾ 2 പാത്രത്തിലേക്ക് മിക്സ് ആക്കിയിട്ടുള്ളത്. ഇനി ആദ്യം ഒഴിച്ച ആ ഒരു മിക്സിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് കൊടുക്കുക. ഒരു ലൂസ് പരിവം ആവുന്നത് വരെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 കപ്പാണ് നമ്മൾ എടുത്തത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാതി മതി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് പൊരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കുക. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നത് പോലെ പൊരിച്ചതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു KFC സ്റ്റൈലിലാണ് നമ്മൾ പൊരിച്ചിട്ടെടുക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ കോണായിട്ട് നമ്മൾ ഈ ഒരു മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ കട്ട് ചെയ്തെടുത്ത മുട്ടായും നമ്മൾ ആദ്യം ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ മുക്കിയിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദ മാവിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് തന്നെ എടുക്കുക. മുട്ട ഒരിക്കലും പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് മുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എന്നാലാണ് നമ്മൾ ആ ഒരു KFC സ്റ്റൈലിൽ നമ്മൾ ആ പുറത്തൊക്കെ ഓട്സും ആ ഒരു ക്രിസ്പിനെസ്സും അതെല്ലാം കിട്ടത്തുള്ളൂ. ഒരു പ്രാവശ്യമാണ്, ഒരു തവണയാണ് നമ്മൾ മുക്കിയെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് ഒരു ഇതായിട്ട് നമ്മൾ പുറത്തോട്ട് കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് വേണം നമ്മൾ മുട്ട പൊരിക്കാനായിട്ട്. എന്നാലും ഒരു KFC സ്റ്റൈലിൽ നമുക്ക് എഗ്ഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ മുട്ടയും പൊരിച്ച ആ മുട്ടയെല്ലാം ഇതുപോലെ എല്ലാ ബാറ്ററിലും മുക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഓയിൽ ഒത്തിരി ചൂടാക്കിയിട്ടെടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഓയിലാവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ആൾറെഡി വെന്ത് വന്നിട്ടുള്ള മുട്ട തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആ ഒരു മൈദ മാവ് ഒന്ന് വേവിച്ചെടുക്കുന്ന ഒരു ടൈം മാത്രം മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്ത് വെറും 5 മിനിറ്റിൽ മാത്രം തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ കുട്ടികൾക്ക് പലഹാരമായിട്ട് സ്കൂൾ വിട്ടുന്ന ആ ടൈമിൽ
ഐറ്റം തന്നെയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നല്ല കാണാനും തന്നെ നല്ല മൊഞ്ചാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക.